ശബരിമല സ്വർണ്ണമോഷണത്തിൽ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. നിലവിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറാണ് മുരാരി ബാബു. 2 ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളും തടഞ്ഞു. അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടാക്കിയ വാറന്റി ദേവസ്വം ബോർഡ് റദ്ദാക്കി. 2019 സ്വർണ്ണപാളി ചെമ്പുപാളി എന്ന് റിപ്പോർട്ട് എഴുതിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. 2025 സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണമെന്ന മുരാരി ബാബു ഫയലിൽ നിർദ്ദേശിച്ചിരുന്നു. ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ നടപടി. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ്, തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവരുടെ വിരമിക്കൽ ആനുകൂല്യം തടയാൻ ദേവസ്വം കമ്മീഷണറോട് നിർദ്ദേശിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. സ്വർണ്ണമോഷണത്തിൽ സമഗ്ര അന്വേഷണം PS പ്രശാന്ത് ആവർത്തിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല ഏജൻസി വെച്ചിരിക്കുന്നത്, അവരത് അന്വേഷിച്ച് തീരുമാനിക്കട്ടെ. വിജിലൻസിന്റെ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഈ ആഴ്ച തന്നെ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതെന്ന മുരാരി ബാബുവിന്റെ പ്രതികരണം. തന്ത്രിയുടെ കത്ത് വാങ്ങി റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാനത് എഴുതിയത് ചെമ്പുപാളി എന്നാണ് എഴുതിയത്. എന്തുകൊണ്ട് എഴുതി? അത് ചെമ്പുപാളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നല്ലേ. ഞാൻ വേറെന്തെങ്കിലും പാളിന്ന് എഴുതിയാൽ അത് ഞാനതിന് സമാനം പറയണ്ടേ? അത് ആ പാളി ചെമ്പ് തെളിഞ്ഞിരുന്നതുകൊണ്ട് അത് ചെമ്പുപാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനതുകൊണ്ടാണ് ചെമ്പുപാളിയിൽ പൂശാൻ പറഞ്ഞെഴുതുന്നത്. അതിനിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലുള്ളത് ചെമ്പുപാളി എന്ന മുരാരി ബാബുവിന്റെ വാദം വിജയ് മല്യയ്ക്ക് വേണ്ടി സ്വർണം പൊതിയാൻ മേൽനോട്ടം വഹിച്ച സെന്തിൽനാഥൻ തള്ളി. 2018 പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ചെമ്പായിട്ട് മാറി. കംപ്ലീറ്റ് ചെമ്പായിട്ട് മാറാനും സാഹചര്യം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 100% മാറാൻ സാധ്യതകളില്ല. ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തുടർച്ചയായ 2ാം ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തതിലൂടെ ഇപ്പോഴത്തെ വിവാദങ്ങളെ പ്രതിരോധിക്കാം എന്നാണ് സർക്കാർ കരുതുന്നത്. ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷനിൽ തീരുന്നതല്ല സ്വർണ്ണമോഷണം എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സ്വർണ്ണമോഷണത്തിൽ അന്വേഷണം തീരുമാനിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ നൽകിയ ഊർജ്ജത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ നീക്കങ്ങൾ. സ്വർണ്ണപ്പാളി ഉയർന്ന വിലയ്ക്ക് മറച്ചുവിറ്റിട്ടുണ്ടാകുമോ എന്ന കോടതി ഉത്തരവിലെ പരാമർശം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും രാജി ആവശ്യം ആവർത്തിച്ചു. ഗൗരവകരമായി ഞങ്ങളുടെ ഡിമാൻഡ്, ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. അതിന് സർക്കാരിന്റെ തീരുമാനം പ്രഖ്യാപിക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ വിശ്വാസ സമൂഹത്തിൽ കടന്നു കയറിയെന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് മോഷണ വിവാദത്തിന്റെ പടുകുഴിയിലേക്ക് വീണ സർക്കാർ ഒടുവിൽ പേരിനെങ്കിലും നടപടിയെടുത്തു. 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന B മുരാരി ബാബുവിനെതിരെ നടപടിയെടുത്തുകൊണ്ടാണ് സർക്കാരിന്റെ പ്രതിരോധം. തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത്. കേവലം ഉദ്യോഗസ്ഥരായ നടപടിയിൽ ഒതുങ്ങുന്നതല്ല സ്വർണ്ണമോഷണത്തിന്റെ വ്യാപ്തിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ദേവസ്വം മന്ത്രിയുടെയും ബോർഡിന്റെയും രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടിയും സർക്കാരും മടിക്കില്ലെന്ന് CPM നേതൃത്വം അറിയിച്ചു. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞാൻ അന്ന് ആവശ്യപ്പെട്ടത്. ആരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല. ആരാണോ കുറ്റവാളികൾ അവർ ശിക്ഷ ഏറ്റുവാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും രാജി ആവശ്യപ്പെട്ട് നാളെയും സഭാതലത്തെ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണമോഷണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്തും എറണാകുളത്തും ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നാളെയാണ് ക്ലിഫ് ഹൗസിലേക്കുള്ള BJPയുടെ പ്രതിഷേധ മാർച്ച്. പത്തനംതിട്ട ദേവസ്വം ഓഫീസിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച്. ഡെപ്യൂട്ടി കമ്മീഷണറുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് പ്രതിഷേധക്കാർ തേങ്ങയും കല്ലുമെറിഞ്ഞു. ജനപ്പാളികൾ തകർന്നു. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
എറണാകുളം പറവൂർ ദേവസ്വം ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദി നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചു. വിഷയത്തിൽ നാളെ BJPയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ മഹിളാ മോർച്ചയും യുവമോർച്ചയും സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. അതേസമയം സമരം ഏറ്റെടുക്കാൻ വൈകിയതിൽ BJP സംസ്ഥാന നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. എന്നാൽ സമരം ഏറ്റെടുക്കാൻ താമസിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിന്റെ പ്രതികരണം. സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് അനിശ്ചിതകാല സമരം നടത്താനും BJP നേതൃത്വം ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാർ അനുകൂല നിലപാടുമായി 24നോട് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രതികരണം. തെറ്റുകാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണമെന്ന് G സുകുമാരൻ നായർ പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ സർക്കാർ താത്പര്യം കാണിക്കുന്നുണ്ടെന്നും G സുകുമാരൻ നായർ പ്രതികരിച്ചു. വിഷയത്തിൽ 24നോടായിരുന്നു G സുകുമാരൻ നായരുടെ ആദ്യ പ്രതികരണം. സ്വർണ്ണപ്പാളി വിവാദം ആളിപ്പടരുമ്പോൾ സർക്കാരിനെ ഇപ്പോൾ വിമർശിക്കേണ്ട എന്ന നിലപാടാണ് NSSന്. നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രതികരണം. കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ സർക്കാർ താല്പര്യവും കാണിക്കുന്നുണ്ട്. ഗവൺമെന്റ് അതിന്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ കോടതി മുതൽ താഴോട്ട് എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ട് അത് കണ്ടുപിടിക്കാൻ. ഗവൺമെന്റ് അതിനകത്ത് താല്പര്യം എടുത്തിട്ടും ഉണ്ട്. ആളുകളെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്, അവരെ ശിക്ഷിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ വീഴ്ച വ്യക്തമായിട്ടും ദേവസ്വം ബോർഡിനെ വിമർശിക്കാനും സുകുമാരൻ നായർ തയ്യാറായില്ല. എല്ലാ മോഷണവും തെറ്റ് തന്നെയാണെന്നും പ്രതികരണം. എല്ലാ മോഷണവും തെറ്റല്ലേ, ഇത് അതിന് വലിയ തെറ്റാണ്. ഭഗവാന്റെ ഇത് മുതല് തിരിച്ചെടുപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ശബരിമല സ്ത്രീ പ്രവേശനത്തിലും ആഗോള അയ്യപ്പ സംഗമത്തിലും സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് വലിയ ചർച്ചയാകുന്നതിനിടയിലാണ് സ്വർണ്ണപ്പാളി വിവാദത്തിലും സർക്കാരിനെ പിന്തുണച്ച് G സുകുമാരൻ നായർ രംഗത്തെത്തിയത്. ടോബി ജോൺസൺ, 24 കോട്ടയം. സ്വർണ്ണമോഷണ വിവാദത്തിൽ ഇനിയും പലതും കലങ്ങിത്തെളിയാനുണ്ടെന്ന് വിവാദകാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാർ പറഞ്ഞു. അധിക സ്വർണം മറ്റാവശ്യത്തിന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിലിൽ വിശദീകരണവുമായി അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവും രംഗത്തെത്തി. ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെയാണ് അന്ന് തന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട്, ഇത് വെച്ചിട്ട് ആണല്ലോ നമ്മളത് തീരുമാനമെടുത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കി നടത്താൻ ബാധ്യതപ്പെട്ടത് തിരുവാഭരണം കമ്മീഷനാണ്. എല്ലാവർക്കും അറിയാം, ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു സംഭവം വന്നത് അവിടെ നിന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. 2019 ജൂലൈ 19 ഇത് അവിടുന്ന് ഇളക്കിക്കൊണ്ട് പോയതായിട്ട് കാണുന്നത്. അത് തിരിച്ചു സ്ഥാപിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഈ പീരീഡിൽ ഞാൻ കമ്മീഷണറുമല്ല പ്രസിഡന്റുമല്ല. എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നെന്ന് സ്ഥാപിക്കാൻ എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക. എനിക്ക് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. അതിനിടെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ദുരൂഹ ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിള കൈമാറണമെന്ന ഉത്തരവിന്റെ പകർപ്പ് 24ന് ലഭിച്ചു. വിജയമല്യ സ്വർണം പൊതിഞ്ഞ കട്ടിളയാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തി നൽകിയത്. ഇവ തിരിച്ചു വന്നതായി ദേവസ്വത്തിൽ രേഖകളില്ല. 2019 മാർച്ച് 21 ശ്രീകോവിലിന്റെ കട്ടിളകളിലെ പാളികളിൽ സ്വർണം പൂശുന്നതിന് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയത്. ചെമ്പ് പാളികൾ എന്നാണ് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിലുള്ളത്. വാതിലിനൊപ്പം കട്ടിളയും സ്വർണം പൂശി നൽകാമെന്ന് ഉണ്ണികൃഷ്ണൻ കത്ത് നൽകിയതിന് പിന്നാലെയായിരുന്നു ഈ ഉത്തരവ്. 1999 വിജയമല്യ സ്വർണം പൊതിഞ്ഞതായിരുന്നു ഈ കട്ടിളയും. എന്നാൽ ഈ പാളികൾ തിരികെ എത്തിയോ, ഈ സ്വർണം എന്തു ചെയ്തു തുടങ്ങി പിന്നീട് നടന്ന കാര്യങ്ങളിലൊന്നും ദേവസ്വം രേഖകളിൽ വ്യക്തതയില്ലെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതേസമയം ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിൽ കൊണ്ടുപോയി തിരികെ വരുമ്പോൾ മഹസർ തയ്യാറാക്കിയത് വിജിലൻസ് കേസിലെ പ്രതിയായ ഉദ്യോഗസ്ഥൻ. വിജിലൻസ് കേസിൽ അറസ്റ്റിലായ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേരും മഹസറിലുണ്ട്. ശബരിമല ക്ഷേത്രത്തിലെ സമ്പത്തിന്റെ ഔദ്യോഗിക സംരക്ഷകനായ തിരുവാഭരണം കമ്മീഷണറോ ഗുണമേന്മയും അളവും തിട്ടപ്പെടുത്തേണ്ട ദേവസ്വം സ്മിത്തോ വിജിലൻസ് ഉദ്യോഗസ്ഥനോ മഹസറിൽ ഒപ്പുവെച്ചിട്ടില്ല. മഹസറിൽ അഴിമതി കേസ് പ്രതിയായ ജയപ്രകാശിന്റെ പേര് ചേർത്തിട്ടുണ്ടെങ്കിലും ഒപ്പുവയ്ക്കാതിരുന്നതും സംശയങ്ങൾക്കിട നൽകുന്നു. R. അരുൺരാജ്, 24 കൊല്ലം.
മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിൽ സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടപ്പെട്ടെന്ന് പരാതി. ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച 20 പവനോളം സ്വർണം നഷ്ടമായി എന്നാണ് പരാതി. 2023 സ്ഥലം മാറിപ്പോയ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി വിനോദ് കുമാറിനെതിരെയാണ് ആരോപണം. 2016 മുതൽ 2023 വരെയാണ് ടി വിനോദ് കുമാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിച്ചത്. ഈ കാലയളവിൽ കാണിക്കയായി ലഭിച്ച സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടമായെന്നാണ് പരാതി. പിന്നീട് വന്ന ഓഫീസർമാർക്ക് വിനോദ് കുമാർ ക്ഷേത്രത്തിലെ ഉരുപ്പടികളുടെ കണക്കുകൾ കൈമാറിയിരുന്നില്ല. മൂന്നാമതായി എത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറിയത്. ഇക്കഴിഞ്ഞ 18-ന് വിനോദ് കുമാറിനെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചുവരുത്തി ദേവസ്വം ബോർഡ് വെരിഫിക്കേഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചു. ഉരുപ്പടികൾ നഷ്ടമായതായി വ്യക്തമായി. ഇപ്പോൾ നാളെ ലാസ്റ്റ് നാളെ പറഞ്ഞ ഡേറ്റ് അത് നാളെ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ തുടർ നടപടിയായിട്ട് പോലീസിലേക്ക് പരാതിയായിട്ട് പോകാൻ ദേവസ്വം ബോർഡ്. ഒക്ടോബർ 3-ന് ഉരുപ്പടികൾ തിരികെ നൽകണം എന്നായിരുന്നു ടി വിനോദ് കുമാറിന് നൽകിയ നിർദ്ദേശം. എന്നാൽ അത് പാലിക്കപ്പെട്ടില്ല. നാളെ എത്തിക്കാനുള്ള നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിൽ നൽകിയത്. നാളെയും ഇത് കൈമാറിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ക്ഷേത്രം ഭാരവാഹികളുടെ തീരുമാനം. ബാലുശ്ശേരിയിൽ മാത്രമല്ല കൊയിലാണ്ടിയിലും സമാനമായ സംഭവം ഉണ്ടായെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ. പരദേവത ക്ഷേത്രത്തിൽ മാത്രമല്ല, ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, മറ്റൊരു ക്ഷേത്രത്തിൽ കൂടി സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കോട്ടയിൽ അമ്പലത്തിൽ മറ്റന്നാൾ സന്ദർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതേക്കുറിച്ച് കൃത്യമായി പ്രതികരിക്കാം. കൊയിലാണ്ടിയിലാണ്. ആരോപണ വിധേയനായ എക്സിക്യൂട്ടീവ് ഓഫീസറെ പിഷാരിഗാവ് ക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. 24 കോഴിക്കോട്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. കൊല്ലം സ്വദേശി R രാജേന്ദ്രനാണ് ഹർജി നൽകിയത്. കോടതി മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സ്വർണം ഉൾപ്പെടെയുള്ള ക്ഷേത്രസ്വത്ത് സംരക്ഷിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണം എന്നും ഹർജിയിലുണ്ട്. ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വിട്ടുകൊടുക്കുന്നത് കസ്റ്റംസ് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം. ദുൽഖറിന്റെ വാദങ്ങൾ അപക്വമെന്നായിരുന്നു കസ്റ്റംസ് കോടതിയിൽ സ്വീകരിച്ച നിലപാട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. അതിനാൽ ഡിഫൻഡർ വിട്ടുകിട്ടണമെന്ന ദുൽഖറിന്റെ ഹർജി നിലനിൽക്കില്ല എന്നായിരുന്നു കസ്റ്റംസ് വാദം. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതും വാഹനം പിടിച്ചെടുത്തതെന്നും കസ്റ്റംസും വ്യക്തമാക്കി. എന്നാൽ ഡിഫൻഡറിന്റെ ആദ്യ രജിസ്ട്രേഷൻ വ്യാജമാണെന്ന് പറയാൻ എന്താണ് കാരണമെന്നും ഇതിന് തെളിവുകൾ ഉണ്ടായിരുന്നോ എന്നും കോടതി ചോദിച്ചു. 20 വർഷമായി ഇവിടെ ഓടിക്കൊണ്ടിരുന്ന വാഹനം ഒരാൾ പണം കൊടുത്തു വാങ്ങിയത് അല്ലേ എന്നും കോടതി. തുടർന്നാണ് വാഹനം വിട്ടുകിട്ടുന്നതിന് കസ്റ്റംസിനെ സമീപിക്കാൻ ദുൽഖറിനോട് കോടതി നിർദ്ദേശിച്ചത്. ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വാഹനം വിട്ടുകൊടുക്കുന്നത് കസ്റ്റംസ് പരിഗണിക്കണം. 20 വർഷത്തെ രേഖകളാണ് ഹാജരാക്കേണ്ടത്. ആവശ്യം നിരസിക്കുകയാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ അറിയിക്കണമെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ കസ്റ്റംസിനോട് പറഞ്ഞു. 24 കൊച്ചി. കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കാണ് സ്ഥലം മാറ്റിയത്. കോന്നി SHO ആയിരുന്ന സമയത്ത് SFI പ്രവർത്തകനെ മർദ്ദിച്ച കേസിൽ ഹൈക്കോടതി മധുബാബുവിന് നോട്ടീസ് അയച്ചിരുന്നു. വിവിധ ജില്ലകളിൽ നിന്ന് സമാന രീതിയിൽ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി എന്നാണ് വിവരം. കോന്നി CI ആയിരുന്ന സമയത്ത് മധുബാബു അടിച്ച് ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ചെന്ന പരാതിയുമായി SFI പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് ആദ്യം രംഗത്ത് വന്നത്. ഇതിനു പിന്നാലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നെല്ലാം പരാതികൾ ഉയർന്നു. തൊടുപുഴ മലങ്കര സ്വദേശി VK മുരളീധരനാണ് ഏറ്റവും ഒടുവിൽ പരാതിയുമായി എത്തിയത്. തൊടുപുഴ DYSP ആയിരുന്ന സമയത്ത് മധുബാബു ഓഫീസിൽ വെച്ച് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. പോലീസ് മർദ്ദനത്തെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പലവിധ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മധുബാബുവിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ SFI നേതാവ് ജയകൃഷ്ണൻ തണ്ണിത്തോട് നൽകിയ ഹർജിയിൽ മധുബാബുവിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. മധുബാബുവിനെതിരായ നടപടിയിൽ പത്തനംതിട്ട SP-യുടെ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് മടക്കി പുതിയ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മധുബാബുവിനെ മാറ്റിയത്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയിരുന്ന ബിജു വി നായർ ആലപ്പുഴ DYSP ആകും. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി മർദ്ദിക്കുകയും ചൊറിയണം തേക്കുകയും ചെയ്ത സംഭവത്തിൽ 2024 ഡിസംബറിൽ ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മധുബാബുവിനെ 1 മാസം തടവിനും 1000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചിരുന്നു. കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററാണ് മധുബാബു. 24 തിരുവനന്തപുരം.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ NDAയിൽ ധാരണ. BJPയും JDUവും ചേർന്ന് 205 സീറ്റുകളിൽ മത്സരിക്കും. മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം 2 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ വോട്ടർ പട്ടികയിൽ അവ്യക്തതയുണ്ടെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിലാണ് ബീഹാറിലെ NDA സഖ്യത്തിന്റെ സീറ്റ് വിഭജനം സംബന്ധിച്ച ധാരണയിലെത്തിയത്. BJPയും JDUവും ഏതാണ്ട് തുല്യ സീറ്റുകളിൽ തന്നെ മത്സരിക്കാനാണ് ധാരണ. ഇരുവരും ചേർന്ന് 205 സീറ്റുകൾ പങ്കിടും. 38 സീറ്റുകളാണ് സഖ്യകക്ഷികൾക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നത്. ഇതിൽ 6 സീറ്റുകളിൽ ജിതൻ റാം മാഞ്ചിയുടെ HAM മത്സരിക്കും. അതേസമയം മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം 2 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. മഹാഗഠബന്ധന്റെ ഭാഗമായിട്ടുള്ള പാർട്ടികളെല്ലാം പരസ്പരം ചർച്ച ചെയ്ത് മത്സരിക്കേണ്ട സീറ്റുകളെ സംബന്ധിച്ച് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ധാരണ പ്രഖ്യാപിക്കാൻ കഴിയും. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ കാര്യത്തിൽ തർക്കം തുടരുന്നതായാണ് സൂചന. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി നാളെ യോഗം ചേരും. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹർജി പരിഗണിക്കവേ വോട്ടർ പട്ടികയിൽ അവ്യക്തതയുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അന്തിമ പട്ടികയിൽ ചേർത്ത വോട്ടർമാർ മുൻപ് കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഹർജികളിൽ സുപ്രീം കോടതി വ്യാഴാഴ്ച വീണ്ടും വാദം കേൾക്കും. 24 ഡൽഹി. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിന് കരസേനയുടെ ആദരം. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയുമായി മോഹൻലാൽ കൂടിക്കാഴ്ച നടത്തി. ലഭിച്ചത് വലിയ അംഗീകാരമെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. ഡൽഹിയിലായിരുന്നു ആദരം. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയിൽ നിന്ന് അഭിനന്ദനം ലഭിക്കുന്നത് വലിയ അംഗീകാരവും ബഹുമതിയുമെന്ന് മോഹൻലാൽ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺസ്. 16 വർഷമായി താനും കരസേനയുടെ ഭാഗമാണ്. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സൈന്യത്തിന്റെയും സാധാരണക്കാരുടെയും ഉന്നമനത്തിനായി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നത് സംബന്ധിച്ച് കരസേനാ മേധാവിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തുവെന്നും മോഹൻലാൽ. From my limit, we are also doing so many things for the army, for the betterment of the civilians. It's all included. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലാണ് നിലവിൽ മോഹൻലാൽ. 24 ഡൽഹി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നിർമ്മാണ വിലക്കുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം തിരുത്തി സംസ്ഥാന സർക്കാർ. ദേശീയപാതയിലെ ഭൂമി ഉടമസ്ഥത വനം വകുപ്പിന് എന്ന ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് തിരുത്തിയത്. റോഡ് നിർമ്മിച്ച കാലം മുതൽ ഭൂമി പൊതുമരാമത്ത് വകുപ്പിന്റേതാണ് എന്നാണ് പുതിയ സത്യവാങ്മൂലം. തെറ്റായ സത്യവാങ്മൂലം നൽകിയതിൽ സർക്കാർ ഖേദം പ്രകടിപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്താണ് ദേശീയപാത നവീകരണ ജോലികൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയിൽ നൽകിയിരുന്ന സത്യവാങ്മൂലത്തിലെ തിരുത്ത്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള മേഖല വനമാണെന്നായിരുന്നു ജൂലൈ 11 നൽകിയ സത്യവാങ്മൂലം. എന്നാൽ ഭൂമി പൊതുമരാമത്ത് വകുപ്പിന്റേതാണ് എന്ന് പുതിയ സത്യവാങ്മൂലം പറയുന്നു. ജനകീയ പ്രതിരോധത്തിന്റെ വിജയമാണിതെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സർക്കാർ തന്നെ ഒരു വികസന പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി ഒരു സത്യവാങ്മൂലം കൊടുക്കുകയായിരുന്നു. അതേ സർക്കാരിനെ കൊണ്ട് തന്നെ മുമ്പ് നൽകിയ സത്യവാങ്മൂലം തെറ്റായിരുന്നു എന്ന് ഖേദപ്രകടനം നടത്തിച്ചുകൊണ്ട് വീണ്ടും ഒരു സത്യവാങ്മൂലം കൊടുപ്പിക്കുന്നതിന് വേണ്ടി ഇടുക്കിയിലെ ജനകീയ ശക്തിക്ക് അല്ലെങ്കിൽ ജനകീയ പ്രതിഷേധങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തെറ്റായ സത്യവാങ്മൂലം നൽകിയതിൽ സർക്കാർ ഖേദം പ്രകടിപ്പിച്ചു. പ്രദേശത്തെ ഹൈവേ നിർമ്മാണം നിലച്ചത് ടൂറിസ്റ്റുകളുടെ വരവിനും അപകടങ്ങൾക്കും കാരണമായിരുന്നു. ഹൈക്കോടതി വിധി പറയുന്ന തിങ്കളാഴ്ച വരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലെന്ന് സമരസമിതിയും വ്യക്തമാക്കി. 24 ഇടുക്കി. ടിക്കറ്റ് വരുമാനത്തിൽ ചരിത്രത്തിലെ ഉയർന്ന രണ്ടാമത്തെ പ്രതിദിന കളക്ഷനുമായി KSRTC. 9,41,00,000 രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ. KSRTC തെരഞ്ഞെടുത്തതിന് യാത്രക്കാർക്ക് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നന്ദി അറിയിച്ചു. പ്രിയമുള്ള KSRTC ജീവനക്കാരെ ഞാൻ ഈ അവസരത്തിൽ വീണ്ടും അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നേടിയെടുത്ത റെക്കോർഡ് കളക്ഷൻ രണ്ടാമത് റെക്കോർഡ് കൂടി നമുക്ക് വരികയാണ്. ഈ 6-ാം തീയതി തിങ്കളാഴ്ച
9,41,00,000 രൂപ കളക്ഷൻ നേടിയെടുക്കാൻ KSRTC കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുന്നു. നമ്മൾ കൊടുത്ത ടാർഗറ്റിന് മുകളിലേക്ക് വരികയും ഏതാണ്ട് 104% വരെ വർധനമുണ്ടാക്കാനും കഴിഞ്ഞു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്കെതിരായ അതിക്രമത്തിൽ പ്രതിഷേധം ശക്തം. കോടതിക്ക് മുന്നിൽ അഭിഭാഷകർ പ്രതിഷേധിച്ചു. ഷൂ എറിഞ്ഞ അഭിഭാഷകൻ രാകേഷ് കിഷോറിന്റെ വീടിന് മുന്നിൽ ദളിത് സംഘടനകളുടെ പ്രതിഷേധവും ഉണ്ടായി. തന്റെ പ്രവൃത്തിയിൽ ഖേദമില്ല എന്ന് രാകേഷ് കിഷോർ 24-നോട് പറഞ്ഞു. സുപ്രീം കോടതിക്കുള്ളിൽ വെച്ച് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാകുകയാണ്. സുപ്രീം കോടതിക്ക് മുന്നിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ പ്രതിഷേധിച്ചു. മയൂർ വിഹാറിലെ രാകേഷ് കിഷോറിന്റെ വസതിക്ക് മുന്നിൽ ദളിത് സംഘടനകൾ ചെരുപ്പുമാലയുമായി പ്രതിഷേധ പ്രകടനം നടത്തി. തന്റെ പ്രവൃത്തിയിൽ അല്പം പോലും കുറ്റബോധമില്ലെന്നും എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറെന്നും രാകേഷ് കിഷോർ 24-നോട്. तो उसके खिलाफ उन्होंने याचिकाकर्ता से कहा कि जाओ और उस मूर्ति से ही कहो कि वो कुछ करे. तो ये मजाक था. उस मूर्ति से ही प्रेयर करो, मैं तुम्हें कुछ नहीं करने वाला, मैं कोई ऑर्डर पास नहीं करूँगा, वहीं जाके मेडिटेट करो. तो ये मुझे भी लगा ये मजाक है. और फिर बाद में मुझे जो आगे आई. സംഭവം ഞെട്ടലുണ്ടാക്കിയെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള നീതിന്യായ സംവിധാനങ്ങളെ ബഹുമാനിക്കണം, സംരക്ഷിക്കണം. അങ്ങനെ കരുതുന്ന നമുക്കെല്ലാം വലിയൊരു ഞെട്ടലുളവാക്കിയ സംഭവമാണ് സുപ്രീം കോടതി നടന്ന ഈ അനിഷ്ട സംഭവം. രാകേഷ് കിഷോറിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. 24 ഡൽഹി.